നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ ശബരിമല, അങ്ങനെ കേരളത്തിലെ പ്രധാന ഒട്ടുമിക്ക ക്ഷേത്രങ്ങളെല്ലാം തന്നെ നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഭീകരനെ അടുത്ത കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഒരു മിഠായി വിതരണം ചെയ്യുകയും ഈദ് മുബാറക്കിനെതിരെ മിഠായി വിതരണം ചെയ്ത ഒരാളെ പിടിച്ചു. ഗുരുവായൂരിന് ഇതിനു മുമ്പ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ. ഏതായാലും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും തകർക്കാൻ എന്തോ ഒരു ഗൂഢപദ്ധതി, അത് വളരെ പ്ലാൻഡ് ആൻഡ് കമ്പൈൻഡ് എഫേർട്ട് ഇതിന്റെ പിറകിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയല്ലേ? ഒട്ടും തന്നെ സംശയിക്കേണ്ട, 100% ശരിയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢപദ്ധതി എവിടെയോ ആരോ രഹസ്യമായിട്ടിരുന്ന് ചരട് വലിക്കുകയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷേ ആരും അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കേണ്ടത് ആരാണ്? പോലീസാണ്, സർക്കാരാണ്. സ്വമേധയാ നടപടി എടുക്കേണ്ടതാണ്. അവരത് ചെയ്യുന്നില്ല. അവര് ഇപ്പൊ ഇടക്കാലത്ത്, അതായത് ഒരു 80കളുടെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് 80കളുടെ ആ കാലത്ത് സ്ഥിരമായിട്ട് ക്ഷേത്ര മോഷണങ്ങൾ നടന്നിരുന്നു. ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, അവിടത്തെ വിഗ്രഹം തന്നെ കടത്തിക്കൊണ്ടുപോവുക, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം. ഏറ്റുമാനൂരിലെ കൊള്ളയൊക്കെ അറിയാമല്ലോ. അത് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ക്ഷേത്ര വിശ്വാസങ്ങളെ, ക്ഷേത്ര ആരാധനയെ തകർക്കാൻ വേണ്ടി നടന്ന ഒരു ആസൂത്രിത ശ്രമമാണ്. ഈ വളരെ പ്രസിദ്ധമായ ഈ ഏറ്റുമാനൂർ കൊള്ള നടത്തിയ സ്റ്റീഫൻ ഇന്ന് ആരാണെന്ന് നമുക്കറിയാം. ഒരു സുവിശേഷ പ്രാസംഗികൻ. അയാൾ എങ്ങനെ സുവിശേഷ പ്രാസംഗികനായി എന്നുള്ളതും വളരെ രസകരമായ കഥയാണ്. അതിന്റെ പുറകിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഹിച്ച ശ്രമകരമായ ദൗത്യം അതൊരിക്കലും കേരളം മറക്കാൻ പാടുള്ളതല്ല. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു കള്ളനെ മാനസാന്തരം വരുത്തിച്ച് സുവിശേഷ പ്രാസംഗികനാക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടുത്തെ ഹിന്ദുക്കൾ മറന്നുപോയ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, ഈ ക്ഷേത്രമോഷണങ്ങളുടെ എല്ലാം പുറകിൽ വളരെ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഈ കേരള പോലീസിൽ ഒടുവിൽ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് എന്ന ഒരു വിഭാഗം തന്നെ കേരള പോലീസിൽ രൂപീകരിക്കേണ്ടി വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് കെ കരുണാകരൻ, ഇ.കെ. നയനാർ അതുപോലെയുള്ള മികച്ച ഭരണാധികാരികൾ അന്ന് മുഖ്യമന്ത്രിമാരായിരുന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അന്ന് അതൊക്കെ സാധിച്ചത്. അവരുടെയൊക്കെ ഒരു ശ്രമഫലമായിട്ടോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ, കെ കരുണാകരൻ ഒരു ഉറച്ച വിശ്വാസിയാണ്. ഇ.കെ. നയനാര് അദ്ദേഹം വിശ്വാസിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. നമുക്കറിയുന്ന കാര്യം, അദ്ദേഹം വത്തിക്കാനിൽ പോയി പോപ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം സമ്മാനിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല, ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയുടെ ഒരു കോപ്പിയാണ് കൊടുത്തത്. അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, പിന്നെ അതല്ലാതെ ഞാൻ വേറെ എന്താണ് കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒട്ടൊക്കെ ഊഹിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. എന്തായാലും അവരെ പോലെയുള്ള ആൾക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചൊക്കെ ചെറിയ പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഈ ഇതുപോലെയുള്ള അട്ടിമറി ശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല. അവരതൊക്കെ തടയാൻ, മുൻകൂട്ടി കണ്ട് തടയാൻ ശ്രമിച്ചിരുന്നു. അല്ലെങ്കിൽ അവർ അതിൽ പരാതികളൊക്കെ വരുമ്പോൾ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. രാഷ്ട്രീയമായിട്ടൊക്കെ അവർക്ക് പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്ന് അവിടെ കാണാം. പിന്നീട് പ്രത്യേകിച്ചും 2000-ന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ച, ഈ ക്ഷേത്രാരാധനയെ വികലമാക്കാൻ, ക്ഷേത്ര വിശ്വാസത്തെ തകർക്കാൻ, ക്ഷേത്ര ആരാധന നശിപ്പിക്കാൻ ഒക്കെ വളരെ ആസൂത്രിതമായി ശ്രമം. അത് മുമ്പ് നടന്നിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ബോധപൂർവം, എന്നാൽ ബോധപൂർവമാണ് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ മാംസാവശിഷ്ടങ്ങൾ വലിച്ചെറിയുക, ഇതൊക്കെ നമുക്കറിയാലോ. പണ്ട് തളി ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന സമയത്ത് പണ്ട് വിളിച്ച മുദ്രാവാക്യം, നായ് പാത്തിയ കല്ലിൽ ചന്ദനം പൂശും കേളപ്പ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മുദ്രാവാക്യമൊക്കെ ഉയർന്ന നാടാണ് കേരളം. എന്തായാലും കേരളത്തിലെ ഹിന്ദുക്കളുടെ, ക്ഷേത്രവിശ്വാസികളുടെ, ഭക്തരുടെ ഒക്കെ ശ്രമഫലമായിട്ട് ഇന്ന് ക്ഷേത്രങ്ങളെല്ലാം
ഒരുപാട് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു. ഇനിയും പുനരുദ്ധരിക്കപ്പെടാനുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല വരുമാനം വരുന്നുണ്ട്. ഭക്തര് ധാരാളം വരുന്നു, വഴിപാടുകൾ നടത്തുന്നു, വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി അവർ പ്രാർത്ഥിക്കുന്നു. അതൊരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവിടെ വരുമ്പോൾ അവർ കേവലം ആ വിഗ്രഹം ഒരു കല്ലോ മരമോ അല്ലെങ്കിൽ ഒരു ചിത്രമോ ഒക്കെയാണ്. അത് കണ്ടിട്ട് അതിനെ കല്ലോ മരമോ ചിത്രമോ ആയിട്ടൊന്നും അല്ല അവർ കാണുന്നത്. സർവ്വപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയായിട്ടാണ് അവരതിനെ കാണുന്നതും അവരതിനെ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ ആത്മാവിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഇപ്പോൾ ഗുരുവായൂർ അമ്പലം ഒരു പ്രധാന ടാർഗറ്റാണ്. കാരണം കേരളത്തിൽ ഏതാണ്ട് കേരളത്തിന്റെ മധ്യഭാഗത്ത് എന്ന് നമുക്ക് പറയാം. തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വളരെ പണ്ട് തൊട്ടേ ഗുരുവായൂർ അമ്പലം, പത്മനാഭസ്വാമി ക്ഷേത്രം ഒക്കെ പല അധിനിവേശക്കാരുടെയും ലക്ഷ്യമായിരുന്നു. നമുക്കറിയാം, ടിപ്പു കേരളം ആക്രമിക്കാൻ വന്നത് എന്തിനാണ്? മലബാർ ആക്രമിച്ചത് എന്തിനാണ്? തിരുവിതാംകൂറിലേക്ക് ആക്രമിച്ചുകൊണ്ട് സൈന്യവുമായിട്ട് വന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹവും അവിടുത്തെ അമൂല്യമായ സ്വത്തുക്കളും അത് തന്നെയായിരുന്നു. സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ അത് തന്നെയായിരുന്നു ലക്ഷ്യം. ടിപ്പുവിന് മുമ്പ് ടിപ്പുവിന്റെ പിതാവ് ഹൈദറും അത് ലക്ഷ്യമിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഹൈദർ നേരിട്ടൊരു ആക്രമണം നടത്തിയില്ല. ടിപ്പുവാണ് നേരിട്ട് ആക്രമിച്ചത്. മലബാറിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പക്ഷെ തിരുവിതാംകൂറിനെ അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിഞ്ഞില്ല. തിരുവിതാംകൂർ കുറെ കൂടി ശക്തമായ സൈന്യമുള്ളൊരു രാഷ്ട്രമായിരുന്നു. നയതന്ത്രം അറിയാമായിരുന്നു. ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ചെയ്ത് അവർ ടിപ്പുവിനെ എതിരിട്ടു, പ്രതിരോധിച്ചു. ടിപ്പു അവസാനം തിരിച്ചോടിയ കഥയൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോ ഈ ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന സംഭവം, കാശ്മീരിൽ നിന്നൊരു യുവാവ് എന്തിനാണ് അതും ക്ഷേത്രവിശ്വാസിയല്ലാത്ത ഹിന്ദു മതത്തിൽ പെടാത്ത ഒരാള് വന്നു. ഈ ആള് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കടന്നു. അവിടെ വ്യക്തമായിട്ട് ഭംഗിയായിട്ട് വിവിധ ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അഹിന്ദുക്കളെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, വളരെ കൃത്യമാണ്. അപ്പോ വേറെ മതപരമായ സൂചന ഒന്നും നൽകുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇയാൾ എന്തിനു വന്നു? ഇപ്പോൾ അറിയുന്നത് അല്ല, അത് മറ്റൊരു വിഷയം. ഇയാള് മനോരോഗിയാണ് എന്ന് പറഞ്ഞ് പോലീസ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ പൊതുവെ നേരത്തെ ഒരു വിഷയം, ഗുരുവായൂർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് മനോരോഗികളായി മാറും പെട്ടെന്ന്. കാരണം മറ്റൊരു വിഷയം ഉണ്ടായി. എന്താന്ന് ഞാൻ പറയാം. ഗുരുവായൂരിനടുത്ത് ഒരുത്തൻ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ഒരുത്തൻ, പിന്നെ പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ഒരുത്തൻ വന്നിട്ട് വീഡിയോ ചിത്രീകരിക്കുകയാണ്. തന്റെ രഹസ്യ ഭാഗങ്ങളിലെ രോമം പിഴുത് തുളസിത്തറയിൽ എറിയുന്ന ഒരു ദൃശ്യം ചിത്രീകരിച്ച് വളരെ മോശമായിട്ട് സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന ഒരു പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു. അത് പങ്കുവെച്ചുകൊണ്ട് ഒരാൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഇത് ഇപ്പൊ ഈ രസകരമായ കാര്യം, ഈ വലിയൊരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്ക് ഒരു കേടുമില്ല. അയാള് പോലീസ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അവനൊരു മനോരോഗിയാണ്. എന്നിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് പങ്കുവെച്ച ആള് ഇതിൽ പ്രതിഷേധിക്കണം, ഇത് ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞു പങ്കുവെച്ച ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വകുപ്പുകൾ. അവസാനം അത് ഹൈക്കോടതി വരെ പോയിട്ടാണ് അയാൾക്ക് ജാമ്യം കിട്ടിയത്. ഹൈക്കോടതി ഇടപെട്ടു ഈ വിഷയത്തിൽ. കോടതി വളരെ ശക്തമായ നിലപാടെടുത്തു ഈ ആൾക്കെതിരെ. ദേവസ്വം ബെഞ്ച് അനിൽ കെ നരേന്ദ്രൻ കുറച്ചു കാലം അനിൽ കെ നരേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോൾ ഇദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം വളരെ നല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ജഡ്ജാണ്. വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കാത്ത തരത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്നതാണ്. അന്ന് എനിക്ക് എങ്ങനെയാ അറിയാം എന്നുള്ളത് വെച്ചാൽ, ഞങ്ങള് ഒരു കേസ് നടത്തിയിരുന്നു. അതായത് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിക്കടി വന്നു പോകുന്ന ഒരു ചിത്രകാരി എന്ന് അവകാശപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീ നിരന്തരമായി അവിടെ വരികയും മുസ്ലിം സ്ത്രീ റീൽസ് എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നു. അത് ചോദിക്കാനും പറയാനും ഇല്ല എന്നതിനപ്പുറത്തേക്ക് അതിലൊരു അപകടം ഞാൻ കണ്ടിരുന്നു. തന്ത്രിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ തന്ത്രിയുടെ മുറിയിൽ കയറാൻ ഞാൻ ഇന്ന് വരെ ഗുരുവായൂർ പോയിട്ട് തന്ത്രിയെ തിരക്കി പോയിട്ടുമില്ല,
തന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തന്ത്രിയെ തിരക്കേണ്ട ആവശ്യമില്ല, കാണുന്നില്ല. നമ്മൾ പോകുന്നു, എനിക്ക് അവിടെ കാണാനുള്ള ഗുരുവായൂരപ്പനെ മാത്രമാണ്. ഗുരുവായൂരപ്പനെ കാണുന്നു, തിരിച്ചു പോരുന്നതിനപ്പുറത്തേക്ക് ഒരു തന്ത്രി ദർശനം നടത്തുന്നു, പ്രസാദം വാങ്ങുന്നു, തിരിച്ചു പോരുന്നു, മടങ്ങുന്നു. അതിനപ്പുറത്തേക്ക് ഈ തന്ത്രിയുടെ മനയിൽ പോവുക, തന്ത്രിയുമായി ബന്ധമുണ്ടാക്കുക, തന്ത്രിയുമായുള്ള വീഡിയോസ് എടുക്കുക, അങ്ങനെ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ ചില ആൾക്കാർ എന്നെ സമീപിക്കുകയും ഈ സ്ത്രീയെ പറ്റി, ഈ സ്ത്രീ ഒരു ഹണി ട്രാപ്പ് നടത്തുന്ന ആളാണ്, ഈ സ്ത്രീയുടെ പിറകിൽ ആളുണ്ടെന്ന് പറഞ്ഞ തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു 1.5 വർഷക്കാലം ഞാൻ അതിൻ്റെ പിറകിൽ റിസർച്ച് നടത്തി. ഒരു 1.5 വർഷക്കാലത്തിനിടയിൽ ഞാൻ കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് അവർ നിരവധി കേസുകൾ പുരുഷന്മാർക്കെതിരെ കൊടുക്കുകയും കേസ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യുന്ന ആളാണ്. ഏതാണ്ട് 14 വയസ്സ് മുതൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഞങ്ങൾ പുറത്തു പറയുമ്പോൾ എന്നോടൊപ്പം പ്രതികരിച്ചത് കുറച്ച് സ്ത്രീകളായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പുരുഷന്മാരുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ ഈ സ്ത്രീകളെ മാത്രം, അതായത് ഇതൊരു സ്ത്രീ വിഷയമാണ്, എന്നോട് സ്ത്രീകൾക്ക് തോന്നിയ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സ്ത്രീകൾ പറയുന്നതാണ്. ഞാൻ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ചിത്രവുമായി ചെന്നതുകൊണ്ടാണ് അസൂയ മൂത്ത സ്ത്രീകൾ പറയുന്നതെന്ന് പറയുകയും ഞങ്ങളെ കുറിച്ചെല്ലാം വളരെ മോശം രീതിയിൽ, അതായത് ജീവിതത്തിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മളെക്കുറിച്ച് ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞ ആരോപണം കേട്ടാൽ അതീവ രസകരമായ ആരോപണങ്ങളാണ്. കൊലപാതകം മുതൽ ഒളിച്ചോട്ടം വരെ പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊന്നും ഞാൻ ചെയ്യാത്ത പ്രവൃത്തിയാണ്. സമൂഹത്തിന് മുന്നിൽ, ഞാൻ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ അതിന് മറുപടി പറയാൻ പോലും പോയില്ല. കാരണം ഞാൻ ഏതാണ്ട് ഒരു 17 വയസ്സ് മുതൽ ജനങ്ങളുടെ ഇടയിലാണ്. പ്രശാന്തൻ എന്നെ ഒരു 20 വയസ്സ് മുതൽ അറിയത്തില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. ആണെന്ന രീതിയിലും ഞാൻ ഇതിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാനത് മിണ്ടാതിരുന്നു. ശ്രീലയുടെ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ ശ്രീലയെ കൃത്യമായിട്ട് അതറിയാം. അതുകൊണ്ട് അത് പറഞ്ഞാലൊന്നും വില പോകില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ കുറെ ആരോപണങ്ങളൊക്കെ പറഞ്ഞു നോക്കി. ഞാൻ അതിലും മിണ്ടിയില്ല. പക്ഷെ ഞങ്ങൾ സ്ഥിരമായി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് കോടതിയിലേക്ക് പോവുകയും കോടതി ഈ സ്ത്രീയെ വിലക്കുകയും ചെയ്തു. അവിടെ വരരുതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് വീണ്ടും ആ സ്ത്രീ, അതായത് അന്ന് പറഞ്ഞത് റീൽസ് എടുക്കരുത്, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടോ വിവാഹവുമായി ബന്ധപ്പെട്ടോ മാത്രമേ റീൽസ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു ഉത്സവകാലത്ത് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് വിഷ്വൽ എടുക്കാം എന്നുള്ളതാണ്. അല്ലാതെ അവിടെ വന്ന് ഞാൻ ആ സമയത്ത് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് ഓടി വന്ന് എന്റെ വിഷ്വൽ എടുക്കാം അല്ല. അപ്പൊ ആ സ്ത്രീ ഇത് മറയാക്കിക്കൊണ്ട് വീണ്ടും ഗുരുവായൂരെത്തി ഒരു കടലാസ് മാലയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഭഗവാന് ചാർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റീൽസ് എടുക്കുകയും ചെയ്തു. വീണ്ടും അത് വിവാദമായി. അപ്പോൾ നമ്മൾ നിരന്തരം ഈ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ അവിടുത്തെ അജയകുമാർ, പറയാനും വേണം, അവിടുത്തെ SHOയുടെ പേര് അജയകുമാർ എന്നായിരുന്നു, അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ സ്ത്രീയെ പേടിയാണ്. അവര് മഹാ അലമ്പാണ്. അവരിവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് അയാൾ കേസെടുക്കില്ല, അറസ്റ്റ് ചെയ്യില്ല, നടപ്പാക്കണ്ടെന്നാണ് അയാൾ പറയുന്നത്. അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നുള്ള പേടിയാണ്. ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ നിരന്തരമായപ്പോൾ 3-4 കേസുകളായപ്പോൾ അവസാനം ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് വന്നു. അങ്ങനെ വാറണ്ട്, ഇവർക്ക് സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഓടി ചെല്ലും പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അറസ്റ്റ് വാറണ്ട് വന്ന സമയത്ത് ഇവരവിടെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ വന്നു പോയതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസുകാർക്ക് നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ അറസ്റ്റ് പോലും അതീവ രഹസ്യമാക്കി കേരള പോലീസ് സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആദ്യമായി ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന ദിവസം എന്നോട് സംസാരിച്ചത് മലപ്പുറത്തുള്ള ബിൻസിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആളാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ അയാളുടെ ആവശ്യം ഞാൻ ഈ വാർത്ത പിൻവലിക്കണം, ആ സ്ത്രീ പാവമാണ്, അവർ ഗുരുവായൂർ കയറിക്കോട്ടെ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ സ്ത്രീയെ ഗുരുവായൂരിൽ കയറ്റാൻ സാധാരണ എല്ലാ മുസ്ലിങ്ങളും എതിരിട്ട് നിൽക്കുമ്പോൾ ഇയാൾ മാത്രം എന്തിനാണ് കമ്പൈൻഡ് എഫോർട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇയാൾ എന്നെ ഒരുപാട് ശല്യം ചെയ്തു. ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയും, അതായത് എനിക്ക് ഫോൺ നിലത്ത് വെക്കാൻ, മറ്റു ഭീഷണിയൊന്നും എനിക്ക് പേടിയില്ല കേട്ടോ അയാളുടെ, പക്ഷെ ഞാൻ ഫോൺ താഴെ വെച്ചാൽ എനിക്ക് മെസ്സേജ് വന്നു. അവസാനം ഞാൻ ഫോൺ ഓഫ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. അത്രത്തോളം അയാൾ ആ വാർത്തയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പലതവണ അയാൾ വ്യാജ ഐഡിയിൽ നിന്നും അയാളുടെ ഐഡിയിൽ നിന്നും എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാവുന്ന പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളോടും അയാൾ അങ്ങനെയല്ല, ഇവരിങ്ങനെയാണെന്ന് പറയാൻ ശ്രമിച്ചു. കേരളത്തിൽ അവർക്കെതിരെ വാർത്ത ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചിട്ടുള്ള എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തതും ഈ വാർത്ത പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതും പല മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഇവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളതും ഈ ബിൻസിൻ മുഹമ്മദാണ്. അപ്പോ അതിന്റെ പിറകിൽ തീർച്ചയായും ആസൂത്രിത ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതായിരുന്നു എന്റെ വാദം. ആ വാദത്തിൽ ഇന്നും മാറ്റമൊന്നുമില്ല. ഇന്നും ഞാൻ പറയുന്നു അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് എവിടെയോ ഒരു രഹസ്യ
അജണ്ടയുണ്ട്. ഒരു അത് അജണ്ട തന്നെയാണ് ഞാൻ രഹസ്യ പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് ആ. കൃത്യമായി നടപ്പാക്കി വരിക. തീർച്ചയായും ഇനി തീർച്ചയായും. മറ്റൊരു വിഷയം ഈ അടുത്ത ഇതിൽ കേട്ടത്, ഉം. IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കേസ്, നിരവധി കേസുകളുണ്ട് കേരളത്തിൽ. ഉം. അതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽപ്പെട്ടയാള് ഗുരുവായൂർ ശ്രീവിൽസ് ഓടിച്ചു കൊടുത്തില്ലെന്നോ? ദേവസ്വത്തിന്റെ പാഞ്ചജന്യം ആ, ഹോട്ടലിൽ പാഞ്ചജന്യം താമസിച്ചു എന്നാണ് ഉം. ഇത് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അപ്പോ ഈ ആൾ എന്തിനാണ് ഇപ്പം പാഞ്ചജന്യം ഹോട്ടലിൽ ആർക്കും വന്ന് താമസിക്കാം. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തുള്ള ഹോട്ടലുകളിലും ഈ പറയുന്നത് പോലെ അവിടുത്തെ ഫ്ളാറ്റുകളിലും എല്ലാം വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിലുള്ളവരാണ്, അല്ലാത്തവർ വരാറില്ല. അല്ലാത്തവർ അങ്ങോട്ടേക്ക് വരാറില്ല. അപ്പൊ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. കാരണം നമുക്കറിയാം, പണ്ട് ISIS പോയ ഒരാളിന്റെ ടെലഗ്രാം മെസ്സേജ് നമ്മൾ കേട്ടതാണ്. അതെ, വളരെ ഞെട്ടിക്കുന്ന, അങ്ങേയറ്റം ക്രൂരവും പൈശാചികവുമായ ഒരു മെസ്സേജ് മാത്രമല്ലോ, മാധ്യമ പ്രവർത്തകനായ ഒരാൾ, എന്തിനു പറയണം, മാധ്യമ പ്രവർത്തകനായ ഞാൻ പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് പാലക്കാട് സുപ്രഭാതം ദിനപത്രത്തിൽ ജോലി ചെയ്തിരുന്ന എന്റെ കൂടെ ഉണ്ട്, ഞാൻ അയാളോട് സംസാരിച്ചിരുന്നതാണ്. സോറി, തേജസ് ദിനപത്രത്തിൽ ജോലി ചെയ്തിരുന്ന പേര് ഞാൻ മറന്നുപോയല്ലോ. ഞാനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഒരു മാധ്യമ അബൂ താഹിർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ IS പോയി. IS എത്ര മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തെന്നറിയില്ല. ഇത് നിരന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയല്ല എന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞാനത് തെളിയിക്കാൻ തയ്യാറാണ്. അബൂ താഹിർ എന്ന് പറയുന്ന തേജസിൽ ജോലി ചെയ്തിരുന്ന, തേജസിന്റെ DTP ഓപ്പറേറ്റർ ആയിരുന്നു അയാൾ. ഞാൻ എന്റെ റിപ്പോർട്ടറിലായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത മുറിയിൽ, ഈ അടുത്ത മുറികൾ പോലെ അടുത്ത മുറിയിൽ കുറെ മാധ്യമങ്ങൾക്കായി കുറെ പള്ളിയുടെ അടുത്ത് കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സുൽത്താൻപേട്ട് പള്ളിക്ക് സമീപം അതിന്റെ അടുത്താണ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഓഫീസ്. ഒരു കോംപ്ലക്സിലായിരുന്നു, നമ്മുടെ തൊട്ടടുത്ത ഓഫീസിലാണ്. എനിക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും സംശയം ആവശ്യം വരുമ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചിരുന്ന ആളാണ് അബൂ താഹിർ. എനിക്ക് നന്നായി അറിയുന്ന ആൾ, അത് ഞാൻ പോയി സംസാരിച്ചിരുന്ന ആളാണ്. പോലീസ് കേസൊക്കെ വന്നിരുന്നു. അയാൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഞാൻ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് ഒരിക്കൽ ഓൺലൈനിൽ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ദുബായിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ മാധ്യമ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് വലിയ ശമ്പളമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും നല്ല ജോലിക്ക് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നന്നായി വരട്ടെ, നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്ന് പോയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേൾക്കുന്നത് അബൂ താഹിർ പോയത് IS അവിടെ വെച്ച് അബൂ താഹിർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പ്രചാരവും കൊടുക്കാത്തൊരു വാർത്തയായിരുന്നു പാലക്കാട് ഈ സംഭവം. ഞാൻ ചോദിക്കുന്ന, മാധ്യമ പ്രവർത്തകരിൽ വരെ കയറി പറ്റാൻ തരത്തിൽ ഇവിടെ IS ബാക്കിയുള്ള സ്വാധീനമുള്ള തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നിഷ്കളങ്കമാണെന്ന് കരുതാൻ കഴിയില്ല. ഒന്നും നിഷ്കളങ്കമല്ല. ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ ഒരു മനോരോഗ കഥ വരും. അതെ, അതാണ്. ഈ മനോരോഗ കഥയുടെ ചുവട് പിടിച്ച് പിന്നെ ഒരു അന്വേഷണവും നടത്തില്ല. പിന്നെ ഇവരെ ഈ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുവന്നു, അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, കുറച്ച് ദിവസം അവിടെ കിടക്കുന്നു. പിന്നെ ആരെങ്കിലും ബന്ധുക്കൾ വന്ന് ഇവരെ കൊണ്ടുപോകുന്നു. പിന്നെ ആ കേസ് അവിടെ അവസാനിച്ചു. കേസുമില്ല. ഈ ട്രെയിൻ അട്ടിമറികളിലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാകുന്ന, ട്രെയിനിന് നേരെ ഉണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങളും മനോരോഗികൾ ഉണ്ടാക്കുന്ന, വന്ദേ ഭാരതിന് കല്ലെറിയുന്നത് അത് മനോരോഗിയാണ്. എല്ലാ മനോരോഗികളും രാജധാനിക്ക് എല്ലാം ആ തരത്തിൽ തന്നെ അറിയിച്ചുകൊണ്ട്. അതെ, പിന്നെ ട്രെയിൻ പാളത്തിൽ വലിയ വലിയ കല്ല് പെറുക്കിയിടുന്നു, അത് പെറുക്കിയിട്ടൊക്കെ അതെല്ലാം മനോരോഗികൾ. അതാ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. കേരളം ഇങ്ങനെ മനോരോഗികളെ കൊണ്ടങ്ങ് നിറഞ്ഞു. അതാ, ഇനി എവിടെയെങ്കിലും മനോരോഗമുള്ളവരും കേരളത്തിലേക്ക് തിരക്കി വരും. അവർ ഗുരുവായൂരിലേക്ക് എത്തും. ആ മനോരോഗമുള്ളവർ കൃത്യമായി അവർ ശബരിമലയിലേക്ക് എത്തും. ഈ കാശ്മീരിൽ നിന്ന് ഈ യുവാവ് എങ്ങനെ കേരളത്തിലെത്തി, എങ്ങനെ ഇയാൾ ഗുരുവായൂരിൽ വന്നു, ഗുരുവായൂരിൽ ഇയാൾ അമ്പലത്തിനുള്ളിലേക്ക് കടന്നു, ഇയാൾ അവിടെ ആരെയൊക്കെ കണ്ടു, എന്തിനാണ് അവിടെ താമസിച്ചത്, ആരാണ് അയാൾക്ക് ദേവസ്വത്തിന്റെ കീഴിലുള്ള ആ ഹോട്ടലിൽ അവിടെ ആരാണ് താമസിച്ചത്, ഈ പറഞ്ഞതുപോലെ ആരാണ് റൂം ഈ പറഞ്ഞ IS കേസുമായി ബന്ധപ്പെട്ട ഒരാൾ അവിടെ താമസിച്ചത് എന്തിനാണ്, ആരാണ് റൂം അയാളുടെ രേഖകൾ പരിശോധിച്ചിരുന്നോ? എങ്ങനെയാണ് രസകരമായ മറ്റൊരു കാര്യം, ഈ ആള് വന്ന് മധുരമൊക്കെ വിതരണം, ഇത് രണ്ട് കേസാണ്. ഒന്ന് IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ, മറ്റൊന്ന് ഈ കാശ്മീരി യുവാവ്. ഇത് രണ്ടാണെങ്കിലും രണ്ടുപേരുടെ ഐഡി അല്ല. അതിനകത്ത് നമ്മൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ എമ്പാടും CCTV വെച്ചിട്ടുണ്ട്. ഇയാൾ അവിടെ ഒരു CCTVയിലും ഇയാൾ പെട്ടിട്ടില്ല. അതേസമയം ഇയാൾ അവിടെ ഈ മധുരം ഈദ് ഗാഹ് ആശംസകൾ പറഞ്ഞിട്ടുള്ള ഈദ് ആശംസ നേർന്നുകൊണ്ടുള്ള മധുരം വിതരണം ചെയ്തു. അതൊരു കുട്ടിക്ക് അതിന് മിഠായി കിട്ടി, മധുരപലഹാരം കിട്ടി.
അങ്ങനെയാണ് അത് പുറത്തു വന്നത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഉടനെ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ പോലീസൊക്കെ എത്തി ഇയാളെ പിടികൂടി. ഇയാളെ പിടികൂടി കൊണ്ടുപോകുന്നത് അവിടെ പലരും കണ്ടിട്ടുണ്ട്. അല്ലല്ല, CCTV-യിൽ മാത്രമില്ല. ഈ CCTV-യിൽ ഇതെങ്ങനെ പതിയാതെ പോയി? ഇത് എന്തെങ്കിലും മാജിക് ആണോ? ഇതൊന്നും CCTV പതിയാത്തത് എന്താ? ഇതിനെക്കുറിച്ച് ഗുരുവായൂർ അമ്പലം അഡ്മിനിസ്ട്രേഷൻ, ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഒരക്ഷരം മിണ്ടി. അല്ല, അഡ്മിനിസ്ട്രേഷൻ ഒന്നും മിണ്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കേസ് ഞങ്ങൾ നടത്തിയ സമയത്ത് ഞങ്ങൾ നിരന്തരം അഡ്മിനിസ്ട്രേറ്ററെ വിളിക്കുമ്പോഴും ഒരു അഴവഴമ്പൻ മട്ടാണ്. നിങ്ങൾ പരാതി കൊടുക്കൂ, ഞങ്ങൾ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കും. ആ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഉടനെ പറയും, നോക്കട്ടെ, കാണട്ടെ, വിളിക്കാം. ചില സമയങ്ങളിൽ ഫോൺ എടുക്കില്ല. ഞങ്ങളുടെ ശല്യം കൊണ്ട്, അതായത് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ നിരന്തരം വിളിച്ചതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഞാൻ ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടത്. ഒരുപക്ഷെ അതിനുവേണ്ടി ഗുരുവായൂരപ്പൻ എന്നെ നിയോഗിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നും. ചില സമയങ്ങളിൽ ഗുരുവായൂരപ്പൻ അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ പല സമയങ്ങളിൽ ഒരു വിസ്മയമായി തീർന്നിട്ടുള്ള ആണ് ഗുരുവായൂരപ്പൻ എന്ന ഈശ്വരൻ. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വൈകാരികമായി ഞാൻ എടുത്തത്. അല്ലാതെ ആ സ്ത്രീയോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ കൊണ്ടൊന്നും. ഇതിനകത്ത് വൈകാരികതയല്ല ശ്രീലേ, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു വലിയ ആപത്ത് ഉണ്ട്. അതെനിക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദൈവം ബുദ്ധി തന്നിരിക്കുന്നത് അത് ഉപയോഗിക്കാം. ഇത് ഒരു ആപത്ത് വരാൻ പോകുന്നതിന്റെ മുൻകൂട്ടി തീർച്ചയായിട്ടും ഇത് നമ്മുടെ കേരള പോലീസും ഈ വിഷയങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. ഇയാളുടെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ ഒരു മാധ്യമത്തിനും അതൊന്നും കൊടുക്കണ്ട, പക്ഷെ ആ CCTV ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കോടതിയിൽ എത്തിക്കണം. ഇയാള് മനോരോഗിയാണോ അല്ലയോ എന്ന് കൃത്യമായി നിർണ്ണയിക്കണം. ഇനി മനോരോഗിയാണെങ്കിൽ നമുക്കൊരു പരാതിയുമില്ല. നിങ്ങൾ അയാളുടെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി കോടതി മുഖാന്തരം നിയമ നടപടികൾ പൂർത്തിയാക്കി അയാളെ കൈമാറിക്കൊള്ളൂ. ആര് ചോദിക്കാൻ വരുന്നു? ഇവിടുത്തെ ഹിന്ദു അങ്ങനത്തെ ഒരു പ്രശ്നത്തിനും ഒരു ഗുരുവായൂരപ്പ ഭക്തനും അതിന്റെ പേരിൽ ആരോടും മെക്കിട്ട് കയറാൻ വരില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഈ പറഞ്ഞതുപോലെ ഈ പാഞ്ചജന്യത്തിൽ വന്ന് താമസിച്ച ആളെ കുറിച്ചും കൃത്യമായി അന്വേഷണം നടക്കണം. അതുപോലെ നേരത്തെ നമ്മൾ ഈ ഗുരുവായൂര് അല്ലെങ്കിൽ ഈ തുളസി, ഹിന്ദുക്കൾ, സനാതനധർമ്മ വിശ്വാസികൾ അവരുടെ ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വളരെ പവിത്രമായി കരുതുന്ന തുളസി, ആ തുളസി ചെടിയിൽ തുളസി ചെടിയെ അപമാനിക്കുന്ന, ആ തുളസി ചെടിയെ നികൃഷ്ടമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ അതിനോട് പെരുമാറിയ വ്യക്തി, അയാൾക്കും ഈ ടെമ്പിൾ പോലീസ് അടക്കമുള്ളവർ പറഞ്ഞത് മാനസിക രോഗം കോടതി ഇടപെട്ടപ്പോഴാണ് അയാൾക്ക്. കോടതി ചോദിച്ചു, ഈ മാനസിക രോഗിക്ക് ഹോട്ടൽ ലൈസൻസ് ആര് കൊടുത്തു? ഡ്രൈവിംഗ് ലൈസൻസ് ആര് കൊടുത്തു? ഇയാൾക്ക് ഇപ്പൊ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കരുത്. തീർച്ചയായിട്ടും അധികൃതർ ഏറ്റവും ശക്തമായിട്ട് ഇതിൽ ഇടപെടണം. വിശ്വാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകണം. ഭക്തരെ നാളെ ഒരു ആപത്തുണ്ടായിട്ട് നമുക്ക് പിന്നീട് അതിൽ വിലപിച്ചിട്ട് കാര്യമില്ല, നെഞ്ചത്തടിച്ചോ നിലവിളിച്ചോ കരഞ്ഞിട്ട് കാര്യമില്ല. ആപത്ത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഗുരുവായൂരമ്പലത്തിൽ നിത്യവും ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സുരക്ഷ, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.